നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ്സ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. നാണക്കേടിന് ന്യായവാദം. പ്രതിപക്ഷ ബഹളത്തിനിടെ നിയമസഭയിൽ മൂന്നാറിലെ വിവാദ പരാമർശം ന്യായീകരിച്ച് മന്ത്രി എം എം മണി. പ്രസംഗത്തിൽ ഒരിടത്തും ഒരു സ്ത്രീയുടെ പേരും താൻ ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞ കാര്യം തന്നോട് വിരോധമുള്ള മാധ്യമപ്രവർത്തകർ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചു. ഇപ്പോൾ നടക്കുന്നത് തന്നെയും പാർട്ടിയെയും താറടിക്കാനുള്ള ശ്രമമെന്നും മണി. പ്രസംഗത്തിൽ ഉപയോഗിച്ചത് മനസ്സിന്റെ ഭാഷയെന്നും പണ്ഡിതന്മാരുടെ ഭാഷ തനിക്കറിയില്ലെന്നും മന്ത്രി. പ്രശ്നത്തെ പർവ്വതീകരിച്ച് ചിലർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു. അതിനിടെ മണിയുടേത് നാടൻ ശൈലിയെന്ന് വിശദീകരിച്ച് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണയും. കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കലിൽ സർക്കാരിന് വ്യക്തമായ നയമുണ്ടെന്ന് പിണറായി. വൻകിട കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ ഒഴിപ്പിക്കും. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടായി കാണുമെന്നും പരമാവധി പേർക്ക് പട്ടയം നൽകുമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി. മുഴങ്ങിത്തീരാത്ത മണിനാദം. വിവാദങ്ങളുടെ മണിമുഴക്കത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തലസ്ഥാനത്ത്. എം എം മണിയുടെ പരാമർശങ്ങളിൽ കേന്ദ്ര നേതൃത്വവും അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ശക്തമായ താക്കീതോ ശാസനയോ ഉറപ്പ്. മണി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ അഭിപ്രായ ഭിന്നത. മന്ത്രി മണിയുടെ വിവാദ പ്രസംഗത്തിലെ പരാമർശങ്ങളോട് പാർട്ടിക്ക് യോജിപ്പില്ലെന്ന് സീതാറാം യെച്ചൂരി. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായിയും കോടിയേരിയും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജനറൽ സെക്രട്ടറി. സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ മണിക്കെതിരെ കേസെടുക്കാനുള്ള വനിതാ കമ്മീഷൻ നിർദ്ദേശം പാർട്ടി ഗൗരവത്തോടെ കാണും. അതേസമയം മണിയെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധ്യത കുറവെന്ന് റിപ്പോർട്ട്. EP ജയരാജനും AK ശശീന്ദ്രനും പിന്നാലെ ഒരു വർഷത്തിനിടെ മൂന്നാമതൊരു മന്ത്രി കൂടി പുറത്താകുന്നത് സർക്കാരിനെ നാണം കെടുത്തുമെന്ന് തീർച്ച. എന്നാൽ വിഷയം അതിരുവിട്ടാൽ മണിയുടെ കാര്യത്തിൽ നേതൃത്വം ഇടപെടുമെന്നും സൂചന. അനുസരിക്കാതെ തരമില്ല. സെൻകുമാർ കേസിലെ സുപ്രീം കോടതി വിധിയുടെ കുരുക്കിൽ സർക്കാർ. റിവിഷൻ ഹർജിക്കുള്ള സാധ്യത വിരളമെന്ന് റിപ്പോർട്ട്. സെൻകുമാറിന്റെ സേവന കാലാവധി ജൂൺ 30 അവസാനിക്കെ അദ്ദേഹം വീണ്ടും കോടതിയെ സമീപിച്ചാൽ സർക്കാർ ഭയക്കുന്നത് ഇരട്ടി പ്രഹരം. TP സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിക്കുന്നതിനൊപ്പം പോലീസിൽ അടിമുടി അഴിച്ചുപണിക്ക് സാധ്യത. നിലവിൽ വിജിലൻസ് ഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന ലോക്നാഥ് ബെഹ്റ DGP സ്ഥാനമൊഴിയും. നിർബന്ധിത അവധിയിലുള്ള ജേക്കബ് തോമസ് തിരികെ വന്നാൽ അദ്ദേഹത്തിനും ഇടം കണ്ടെത്തണം. അതേസമയം സെൻകുമാറിനെ 5 വർഷം കാലാവധിയുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കാനും സാധ്യത. സെൻകുമാറിന്റെ പേരോടുകൂടി സെലക്ഷൻ കമ്മിറ്റി നൽകിയ പട്ടിക വിപുലീകരിക്കാൻ സർക്കാർ ഗവർണർക്ക് കൈമാറിയത് കഴിഞ്ഞ ദിവസം. ട്രൈബ്യൂണലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം DGP സ്ഥാനം ഉപേക്ഷിക്കുമെന്നും സൂചന. ഭീകരതയും ഭീരുത്വവും. രാജ്യത്തെ ഞെട്ടിച്ച ഛത്തീസ്ഗഡ് നക്സൽ കൂട്ടക്കൊലയിൽ മരിച്ച ജവാന്മാരുടെ എണ്ണം 26 പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരിൽ 2 പേരുടെ നില ഗുരുതരം. റോഡ് സുരക്ഷാ പരിശോധനയ്ക്ക് പോയ 74 ബറ്റാലിയനു നേരെ മാവോയിസ്റ്റുകൾ ആക്രമണം നടത്തിയത് ഇന്നലെ ഉച്ചയോടെ. കൂട്ടക്കൊലയെ അപലപിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമായ സുക്മ മേഖലയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ നക്സലുകൾ ആക്രമണം നടത്തിയത് 3 സംഘങ്ങളായി തിരിഞ്ഞ്. ജവാന്മാരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ സ്വന്തമാക്കിയ ഭീകരർ തുടരെ വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ 11 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ട്. ആക്രമണത്തെ ഭീരുത്വം എന്ന് വിശേഷിപ്പിച്ച് പ്രധാനമന്ത്രി. ജവാന്മാരുടെ ധീരതയിൽ അഭിമാനിക്കുന്നതായി മോദിയുടെ ട്വീറ്റ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംഭവസ്ഥലം സന്ദർശിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ ഊർജിതം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബായ്സ് ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.